ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. 14/2023 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം. ഇന്ത്യൻ താഷ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഇന്ത്യ താഷ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? അമരാവതി സമ്മേളനം, അഹമ്മദാബാദ് സമ്മേളനം, നാഗ്പൂർ സമ്മേളനം, ലാഹോർ സമ്മേളനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം നടന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929 ആണ്. 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനമാണ്, INCയുടെ സമ്മേളനമാണ് 1929 നടന്ന ലാഹോർ സമ്മേളനം. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട INC സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ഓക്കെ, 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നെഹ്റു. ഇനി ഓപ്ഷൻ എയിലുള്ള അമരാവതി സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. 1897 അമരാവതി സമ്മേളനം. കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനം നടന്നത് 1897. INCയുടെ പ്രസിഡൻ്റായ ആദ്യ മലയാളിയാണ് സി ശങ്കരൻ നായർ. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. INCയുടെ പ്രസിഡൻ്റായ ആദ്യ മലയാളി സർ സി ശങ്കരൻ നായരാണ്. അത് ഏത് സമ്മേളനത്തിലാണ്? 1897 അമരാവതി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ശങ്കരൻ നായർ. INC പ്രസിഡൻ്റായ ആദ്യ മലയാളിയാണ് ശങ്കരൻ നായർ. അമരാവതി സമ്മേളനം 1897. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത് ആരെ? ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, വിനോബ ഭാവെ, പി രാമമൂർത്തി. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ഓപ്ഷൻ സി ആണ്, വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെയാണ് 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത്. ഓക്കെ, ഇനി ഓപ്ഷൻ ബിയിലുള്ള സുഭാഷ് ചന്ദ്രബോസ് ആണ് ദില്ലി ചലോ, അതേപോലെ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നൊക്കെ പറഞ്ഞത്. എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ദില്ലി ചലോ എന്നൊക്കെ പറഞ്ഞതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, 1939 സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി ആരംഭിച്ചത്. 1939 ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത്. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് 1939. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? അരുണ ആസഫ് അലി, AV കുട്ടിമാളു അമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി, സരോജിനി നായിഡു. ഉത്തരം ഓപ്ഷൻ എ ആണ്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണിത്. അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീരവനിത. ഓപ്ഷൻ എ അരുണ ആസഫ് അലി. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് JP ആണ്. ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ ബിയിലുള്ള AV കുട്ടിമാളു അമ്മയുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പയിൻ എന്നറിയപ്പെടുന്നത് AV കുട്ടിമാളു അമ്മയാണ്. മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. ഓക്കെ, അതുപോലെ കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 1936 1946 കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ. 1936 1946 കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായികയും AV കുട്ടിമാളു അമ്മയാണ്. ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായിക AV കുട്ടിമാളു അമ്മയാണ്. ഓക്കെ, അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീരവനിതയും AV കുട്ടിമാളു അമ്മയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീരവനിത ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. ഓക്കെ, ഓപ്ഷൻ സിയിലുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിട്ട് INA 1943 രൂപീകരിച്ച INAയുടെ ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ നേതാവാരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു. വനിതകളുടെ സേനാ വിഭാഗമായിരുന്നു ഝാൻസി റാണി റെജിമെൻറ്റ്. അതിൻ്റെ നേതാവ് ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു. ഓക്കെ,
ഓപ്ഷൻ ഡിയിലുള്ള സരോജിനി നായിഡു 1924 INC പ്രസിഡന്റ് ആവുന്ന ആദ്യ വനിത. INC പ്രസിഡന്റ് ആവുന്ന ആദ്യ വനിത ആനി ബസന്റ് ആണ്. 1917 INC പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് സരോജിനി നായിഡു 1924. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ, രാജാറാം മോഹൻ റോയ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവാണെന്ന് ചോദ്യമെങ്കിൽ ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. അതേപോലെ തന്നെ സംവാദ് കൗമുദി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സംവാദ് കൗമുദി എന്ന പത്രം ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. ഇനി സ്വാമി ദയാനന്ദ സരസ്വതിയെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ളത് ആര്യ സമാജ സ്ഥാപകൻ. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി സർ സയ്യിദ് അഹമ്മദ് ഖാൻ എപ്പോഴും ചോദിക്കാറുള്ളത് അലിഗഡ് പ്രസ്ഥാന സ്ഥാപകൻ. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഓക്കെ, ഇനി സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആര്? PT ഉഷ, CK ലക്ഷ്മണൻ, ഷൈനി വിൽസൺ, PR ശ്രീജേഷ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ഓപ്ഷൻ ബി ആണ്, CK ലക്ഷ്മണനാണ്. ഉത്തരം ഓപ്ഷൻ ബി, CK ലക്ഷ്മണൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ, 38,888 ചതുരശ്ര കിലോമീറ്റർ, 38,560 ചതുരശ്ര കിലോമീറ്റർ, 38,700 ചതുരശ്ര കിലോമീറ്റർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തൃതി. 38,863. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളെന്ന ടോപ്പിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി ഒന്ന് കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആലപ്പുഴയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഓപ്ഷൻ ഡി, ആലപ്പുഴ. ഇനി ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭുവാണ് ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ജില്ലകൾ എന്ന ടോപ്പിക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി എന്തായാലും കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇടുക്കിയാണ്. ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഇടുക്കി. ഏറ്റവും കുറവ് വനം എവിടെയാണ്? ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ഇടുക്കി, ഏറ്റവും കുറവ് വനമുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ഇനി ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ലയാണ് പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, പമ്പ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. ചോദിക്കാറുള്ളതാണ്. പമ്പയുടെ പതനം എവിടെയാണ്? പമ്പയുടെ പതനം വേമ്പനാട്ട് കായലിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? 3000 മീറ്റർ, 2695 മീറ്റർ, 2865 മീറ്റർ, 2565 മീറ്റർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. 2695 മീറ്ററാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. 2695 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? 20, 14, 2, 140. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 14. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? ഉത്തരം 14 സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്. പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ 14 ആണ്. ഇനി വർഗ സംവരണ നിയോജക മണ്ഡലം 2 ആണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2005 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്. 2005. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. മാർച്ച്, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ, ഫെബ്രുവരി, ഒക്ടോബർ, നവംബർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം എവിടെ തൊട്ട് എവിടെ വരെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ വർഷം. കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ വർഷം. 1992, 1993, 1994, 1995. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1994. പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ വർഷം കേരളത്തിൽ 1994. അടുത്ത ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക. ഇതും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. 1.25 കോടി മലയാളികൾ. MGS നാരായൺ, ഇളംകുളം കുഞ്ഞൻപിള്ള, EMS നമ്പൂതിരിപ്പാട്, A ശ്രീധരമേനോൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഒറ്റപ്പാലം, ആലുവ, തൃശ്ശൂർ, കോഴിക്കോട്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒറ്റപ്പാലമാണ്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം എവിടെയാണ് നടന്നത്? ഒറ്റപ്പാലം. അടുത്തത്, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. വൈകുണ്ഠസ്വാമികളാണ്. വെണ്ണീജ ഭരണം, ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ 1836 സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. 1836 സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഇനി ശ്രീനാരായണ ഗുരു 1903 SNDP സ്ഥാപിച്ചത്. SNDP ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെയാണ് പ്രധാന കൃതികളാണ് പ്രാചീന മലയാളം, ആദിഭാഷ. ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പ്രാചീന മലയാളവും ആദിഭാഷയും ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ആത്മവിദ്യാസംഘ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആത്മവിദ്യാസംഘ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? VT ഭട്ടതിരിപ്പാട്, പ്രേംജി, MR ഭട്ടതിരിപ്പാട്, ആര്യ പള്ളം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രേംജിയാണ് ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ്. ഇനി VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രസിദ്ധമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? ഈഴവ മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, നിവർത്തന പ്രസ്ഥാനം, മലയാളി മെമ്മോറിയൽ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മലയാളി മെമ്മോറിയലാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. വർഷം 1891. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ GP പിള്ള. ഇനി ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പുവാണ്. വർഷം 1896. 1896 ഈഴവ മെമ്മോറിയൽ. ഓക്കെ. നിവർത്തന പ്രസ്ഥാനം ആരംഭിച്ചത് 1932. നിവർത്തന പ്രസ്ഥാനം 1932. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? SCRT ചോദിച്ചതാണത്. വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദൻ, പണ്ഡിറ്റ് കറുപ്പൻ, കുമാരഗുരുദേവൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കുമാരഗുരുദേവനാണ്. മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമാരഗുരുദേവൻ. അടുത്ത ക്വസ്റ്റ്യൻ, സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചിട്ടാണ്? പയ്യന്നൂർ, കോഴിക്കോട്, മഞ്ചേരി, വേദാരണ്യം.
ഉത്തരം ഓപ്ഷൻ എ ആണ്, പയ്യന്നൂരാണ്. കേളപ്പൻ നേതൃത്വം കൊടുത്തത് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു, വക്കാബ് അബ്ദുൽ ഖാദർ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളിയാണ് 1904 അധസ്ഥിതർക്ക് വേണ്ടിയിട്ടൊരു വിദ്യാലയം സ്ഥാപിച്ചത്. ഓപ്ഷൻ സി അയ്യങ്കാളി. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം 1893 ആണ്. 1893. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കയ്യൂർ സമരം നടന്ന വർഷം 1942 ഏപ്രിൽ 11, 1941 മാർച്ച് 28, 1943 മാർച്ച് 15, 1944 ജനുവരി 5. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1941 മാർച്ച് 28. കയ്യൂർ സമരം നടന്നത് 1941 1941 മാർച്ച് 28. ഇന്ത്യ സമരം നടന്നതാണ് 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആര്? പി കൃഷ്ണപിള്ള, ആർ വി ശർമ്മ, കെ ബി മേനോൻ, എ കെ ഗോപാലൻ. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എ കെ ഗോപാലനാണ്. ഓപ്ഷൻ ഡി, എ കെ ഗോപാലൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സമ്മേളന സ്വാതന്ത്ര്യം, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ പെടാത്തതാണ് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആര്? സരോജിനി നായിഡു, ബീഗം ഹസ്രത്ത് മഹൽ, ആനി ബസന്റ്, മാഡം ഭിക്കാജി കാമ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മാഡം ഭിക്കാജി കാമയാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗട്ടിൽ വെച്ചിട്ടാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് മാഡം ഭിക്കാജി കാമ ഉയർത്തിയത്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗട്ടിലാണ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് മാഡം ഭിക്കാജി കാമ ഉയർത്തിയത്. ഓക്കെ, ഓപ്ഷൻ എയിലുള്ള സരോജിനി നായിഡുവിനെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. 1924 സരോജിനി നായിഡു INCയുടെ പ്രസിഡന്റ് ആവുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, ഇന്ത്യക്കാരിയായ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു ആണ്. എന്നാൽ INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ് 1917. INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്, ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റാണ് സരോജിനി നായിഡു. ഇനി ബീഗം ഹസ്രത്ത് മഹലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതാണ്. 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹലാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയതാരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വരുന്ന പരീക്ഷകളിൽ എന്തായാലും ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചുകൊണ്ട് പോകുന്നത് ഉപകാരപ്പെടും. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക. അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.